നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വാരിക്കൂട്ടാനുള്ള തന്ത്രങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമായാണ് BJP നേതൃത്വം കോടികൾ ചെലവഴിച്ചത്. പക്ഷേ പാർട്ടി പ്രവർത്തകർ നെഞ്ചോട് ചേർക്കുന്ന താമര ചിഹ്നമുള്ള കൊടിയിൽ പോലും അഴിമതിക്കുള്ള സാധ്യത കണ്ടെത്തുകയായിരുന്നു BJP ഭാരവാഹികളായ ചിലർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് സംസ്ഥാന BJPയിൽ കോടികളുടെ വെട്ടിപ്പ് കഥ പുകഞ്ഞു തുടങ്ങിയത്. പക്ഷെ അടുത്തിടെയാണ് അഴിമതി കഥ തീഗോളമായി സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലേക്ക് എത്തിയത്. പണം വെട്ടിയ നേതാക്കൾ കൈപ്പറ്റിയ കമ്മീഷൻ പണത്തിന്റെ തെളിവുകൾ സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസിന്റെ മുന്നിലേക്കാണ് എത്തിയത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള കൊടികൾ എത്തിക്കുന്നത് ദേശീയ നേതൃത്വമാണ്. പക്ഷെ ഇത്തവണ കൊടികൾ എത്താൻ വൈകി. ഈ അവസരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സുപ്രധാന ചുമതലയുള്ള ഒരു സംസ്ഥാന സെക്രട്ടറിയും കൂട്ടരും ചേർന്ന് അഴിമതിക്കുള്ള കൂത്തരങ്ങാക്കി മാറ്റി. 1 കോടി കൊടികളാണ് പ്രിന്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കമ്മീഷനാണ് മുഖ്യം. ആകെ 3.5 കോടിയോളം രൂപയുടെ ഇടപാട്. കമ്മീഷൻ പുറത്തു പോകരുതല്ലോ. മേഖലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവും ചേർന്ന് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. കൊടിയടക്കമുള്ള സാമഗ്രികളുടെ പ്രിന്റിംഗ് കരാർ ചുമതലപ്പെട്ടവർ അവർക്ക് തന്നെ കൊടുത്തു. രസമെന്താണെന്നോ, പണം അടിച്ചു മാറ്റാനായി കൊടികൾ പ്രിന്റ് ചെയ്ത് ഇവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ധാവഡെ ഏർപ്പാടാക്കിയ കേന്ദ്ര നേതൃത്വത്തിന്റെ കൊടികൾ ഇവിടെ എത്തി. ആ കൊടികളൊക്കെ ഇപ്പോഴും പാർട്ടി ഓഫീസിന്റെ സെല്ലാറിൽ കിടപ്പുണ്ടെന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. കമ്മീഷൻ തുകയായി സംസ്ഥാന സെക്രട്ടറിക്കും ഒരു യുവമോർച്ച സംസ്ഥാന നേതാവിനുമായി 54 ലക്ഷം രൂപ ലഭിച്ചു എന്ന വിവരമാണ് സംസ്ഥാന ട്രഷറർക്ക് ലഭിച്ചത്. ഈ പണം പാർട്ടിക്ക് അടയ്ക്കാൻ ഇപ്പോൾ ട്രഷറർ നിർദ്ദേശം നൽകിയെന്നാണ് BJP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. BJPക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് കാല അഴിമതി ബോധ്യമായ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന അധ്യക്ഷനും ശരിക്കും വെട്ടിലായി. ക്രമക്കേടിൽ പങ്കുള്ള സംസ്ഥാന സെക്രട്ടറിയെയും മേഖലാ സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ഇക്കാര്യം BJP കോർ കമ്മിറ്റി അംഗങ്ങളെ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് വിളിച്ചറിയിച്ചു. പക്ഷെ പുറത്തുവരുന്ന ക്രമക്കേട് മൂടിവെക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി. അതിലൊരു വരി ഇതാണ്: ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ വിവിധ തലങ്ങളിൽ പലവിധ അച്ചടക്ക നടപടികളും സാധാരണമാണ്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യമെന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്നതല്ല. അതായത് അച്ചടക്ക നടപടി പാർട്ടിക്കുള്ളിൽ ഉണ്ടായെന്ന സമ്മതപത്രം കൂടിയാണിത്. ഇനി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയാനാണ്, പാർട്ടിക്കകത്ത് ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. കാരണം പൊതുസമൂഹമാണ് പാർട്ടിക്ക് ഫണ്ട് നൽകുന്നതും വോട്ട് നൽകുന്നതും. ക്യാമറമാൻ സജീവമാനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.